രാവിലെ ഉണർന്ന ശേഷം ഞാൻ മെല്ലെ വാതിലിൻ്റെ അടുത്തേക്ക് നിന്ന് വാതിൽ തുറന്നു. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കാണ് നിറച്ചും മഴവെള്ളം കെട്ടിക്കിടക്കുന്നു. റോട്ടിൽ നിറയെ വെള്ളം. റോഡിൻ്റെ ഈ അറ്റം മുതൽ അപ്പുറത്തെ അറ്റം വരെ വെള്ളം. അധികാരികൾ ഇതിനൊരു പരിഹാരം കാണണമായിരുന്നെങ്കിൽ അയൽവക്കത്തുള്ള വീടുകളിലൊന്നും വെള്ളം കയറില്ലായിരുന്നു. ആ പാവങ്ങൾക്ക് വെള്ളക്കെട്ടില്ലാതെ സുഖമായിട്ട് കഴിയാമായിരുന്നു. ജോലിക്കൊന്നും പോകാൻ പറ്റാതെ ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു. നിറച്ച് മീൻ കയറി കാണും ഈ വെള്ളത്തിലൂടെ കണ്ടത്തിലേക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു കഷ്ണം ശർക്കര എടുത്ത് കത്തി കൊണ്ട് ചിരകി ആ ബൗളിലേക്ക് ഇട്ടത്. എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു ശർക്കര എടുത്ത് ചെറുതായിട്ട് ഇതേപോലെ ഗ്രൈൻഡ് ചെയ്തിട്ട് അതിലേക്ക് ഒരു പിടി വറുത്ത ഗോതമ്പ് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കണം. ഇളക്കി നല്ലപോലെ അത് യോജിപ്പിച്ച ശേഷം അതിലേക്ക് തല്ലിത്തേങ്ങ ആഡ് ചെയ്യണം. ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിലേക്ക് തല്ലിത്തേങ്ങയുടെ മരമുള്ള കാരണം ഇത് സുലഭമായിട്ട് കിട്ടും. നിലത്ത് കിടക്കുന്നത് പെറുക്കി ഇതേപോലെ കത്തി കൊണ്ട് ചെത്തി അതിൻ്റെ അകത്ത് തേങ്ങ ഒരു ചുറ്റിക വെച്ച് തല്ലിപ്പൊട്ടിച്ചാൽ മതി. നമുക്കപ്പോൾ തല്ലിത്തേങ്ങ കിട്ടും. കയ്യിൽ പൈസയൊന്നും ഇല്ലാത്ത പാവങ്ങൾക്കും ഇത് തല്ലിപ്പൊട്ടിച്ച് കഴിക്കാൻ പറ്റും. അങ്ങനെ ഞാനിത് ശരിയാക്കാൻ തുടങ്ങി. ഒരു കവർ നിറച്ച് ഞാൻ പറിച്ചായിരുന്നു. അങ്ങനെ കത്തി ഉപയോഗിച്ച് പയ്യെ അതിൻ്റെ ആ ചകിരി ചെത്തി മിനുക്കി അതിൻ്റെ അകത്തെ ചിരട്ട ഒരു ചുറ്റികക്ക് തല്ലിപ്പൊട്ടിച്ചെടുത്തു. ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചകിരിൻ്റെ മേളിൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചിരം തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതായി കഴിഞ്ഞാൽ പോവില്ല. അത് കാരണം ആ ചിരട്ട മാത്രം ആക്കിയെടുത്ത് അടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് പൊട്ടിച്ച് നമുക്ക് എടുക്കാം. ഇതാണ് പാവപ്പെട്ടവരുടെ ബദാം. അങ്ങനെ ഞാനിത് തല്ലിപ്പൊട്ടിച്ച് ഞാൻ ഉണ്ടാക്കുന്ന ഡിഷിലേക്ക് ആഡ് ചെയ്തു. നല്ലപോലെ ഇത് സമം ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. ഞാനിത് ഉരുക്കാത്ത കാരണം ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു. ഞാനിത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഈ പലഹാരം എൻ്റെ കൂട്ടുകാരെല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം. എല്ലാവരും സുഖമായിരിക്കട്ടെ. പിറ്റേന്ന് രാവിലെ പൂച്ചക്കുഞ്ഞു വന്ന് എന്നെ ഉണർത്തി. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വെള്ളമെല്ലാം പറ്റി നല്ല റോഡായിട്ട് കിടക്കുന്നു. ഞാൻ ഇതിൻ്റെ ഒരു ചെടി ഞങ്ങളുടെ വീട്ടിൽ നട്ടു. എല്ലാ കാലത്തും നല്ലപോലെ കായുണ്ടാകുന്ന ഒരു ഫ്രൂട്ടാണ് തല്ലിത്തേങ്ങ. പെട്ടെന്ന് തന്നെ നല്ലപോലെ പടർന്ന് പന്തലിച്ച് ഒരുപാട് കായ്കൾ വരും. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ടെറസിൻ്റെ മേളിൽ കുറേ കരിയില വീണെടുപ്പുണ്ടായിരുന്നു. അതിൽ ഇതിൻ്റെ ഒരു കാവന്ന് വീണ് അവിടെ മുളച്ച് കിടന്നതാണ് ഈ ചെടി. ഞാൻ അവിടെ നിന്ന് എടുത്തോണ്ടൊന്ന് ഞങ്ങളുടെ വീട്ടിൽ നട്ടു. കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ചെടിയൊക്കെ നമുക്ക് ഉപകരിക്കും. എല്ലാവരും ഞാൻ ഇന്ന് നട്ട പോലെ എല്ലാ ദിവസവും ഓരോ ചെടി വീതം നടുകയാണെങ്കിൽ ഇനി വരുന്ന തലമുറയ്ക്ക് നല്ലപോലെ വായു ശ്വസിച്ച് കഴിയാൻ പറ്റും. നമ്മുടെ നാട്ടിൽ നല്ലപോലെ മഴയും തണുപ്പും നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളും കായ്കളും എല്ലാം കിട്ടും.
എല്ലാവരും നന്മകൾ ചെയ്ത് ഇതേപോലെ ഓരോ ചെടികളൊക്കെ നടണമെന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരും നല്ല മനുഷ്യരായി ജീവിക്കണം.